ആശാവർക്കർമാർ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് 120ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെയും സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾക്കൊരു പരിഹാരം കാണാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ആശാ വർക്കേഴ്സ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ചേരുകയാണ്. മിനി, എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ നിലപാട്? ഈ 120 ദിവസമായ ഈ സമരത്തെ ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ന്യായമായ സമരത്തെ പരിഗണിക്കുവാനോ പരിഹരിക്കുവാനോ ഈ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. തികച്ചും സ്ത്രീ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായൊരു നടപടിയാണ് ഞങ്ങളുടെ ഈ സമരക്കാർ മേൽ എടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നിരന്തരം ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 700 രൂപ പ്രതിദിന വേതനമായി നൽകുമെന്ന പ്രകടന പത്രികയിൽ എഴുതി വെച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ്. ഇപ്പം 4 വർഷം പിന്നിടുകയാണ്. ഞങ്ങൾ ആ തുകയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പരിസരത്ത് പോലും വരാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. മറിച്ച് എഴുന്നേറ്റ് പോകണമെന്നാണ് ഞങ്ങളോട് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷേപങ്ങൾ ചൊരിയാണ്. അപ്പോൾ ഇത്തരം ഒരു തൊഴിലാളി സമരത്തെ, ജനാധിപത്യ സമരത്തെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവർക്ക് വോട്ടില്ല എന്നതാണ് ഞങ്ങൾ നിലമ്പൂരിലെ വോട്ട് നൽകരുതെന്നാണ് നിലമ്പൂരിലെ വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. വലിയ പ്രതികരണങ്ങൾ അതുണ്ടാക്കുകയാണ്. സ്ത്രീകളായ വോട്ടർമാർ ഈ വിഷയത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. നിരവധി ആളുകൾ ഞങ്ങളെ അപമാനിച്ചു. അപ്പോൾ അത് എന്നിട്ട് തിരുത്തുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തിരുത്തലും ഉണ്ടാകുന്നില്ല. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോകണം എന്നാണ് പറയുന്നത്. ഒരു ഫോർമുലയും മുന്നോട്ട് വയ്ക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 213 രൂപയ്ക്ക് 232 രൂപയ്ക്ക് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർത്തും നടക്കാത്തൊരു കാര്യമാണ്. അത് അനുവദിക്കാൻ പറ്റില്ല. ഇപ്പോഴാകട്ടെ സമരം ചെയ്തതിൻ്റെ പേരിൽ ആളുകളുടെ വേതനം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ് സർക്കാരിൻ്റെത്. ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് ചേർന്ന കാര്യങ്ങളെയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളി പക്ഷവും സ്ത്രീപക്ഷവും പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വരുന്നത്. പക്ഷേ ഞങ്ങൾ ഈ സ്ത്രീകൾ ഈ പെരുമഴയത്തും വെയിലത്തും ഒക്കെ ഇരിക്കുമ്പോൾ അതിനെ ഒന്ന് പരിഗണിക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമരയാത്ര കടന്നു വരികയാണ്. അതിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിച്ചിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ അത് കൊല്ലത്ത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പ്രവേശിക്കും. 18-ാം തീയതി മഹാറാലിയാണ്. ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം എങ്ങനെയാണ് ഈ സമരത്തെ നോക്കിക്കാണുന്നത് എന്നതിൻ്റെ പരിച്ഛേദമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ കേരളം മുഴുവൻ വളരെ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. ഈ സമരം വളരെ ഭംഗിയായി ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഗവൺമെൻറ് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അത് വെറുതെ പുറംതിരിഞ്ഞ് നിൽക്കുകയല്ല, നേരത്തെ പറഞ്ഞതുപോലെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ്. അതിനുള്ളൊരു മറുപടി ആകണം ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത സമരമുറയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും ഞങ്ങൾ ഉടനെ തന്നെ 18-ാം തീയതിക്ക് ശേഷം അടുത്ത സമരമുറ ഞങ്ങൾ പ്രഖ്യാപിക്കും. അടുത്ത ഘട്ടം പ്രഖ്യാപിക്കും. ഇത് 4ാം ഘട്ടമാണ്. അതിൻ്റെ സമാപനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആശാ വർക്കർമാർ അടുത്ത സമരമുറയുമായി നിലമ്പൂരിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് മിനി നമ്മളോട് പറഞ്ഞത്. ഇത് സമരത്തിൻ്റെ 4ാം ഘട്ടമാണ്. ഇനിയും ഗവൺമെൻറ്റിനെതിരെ തന്നെ നിൽക്കാനാണ് അവരുടെ തീരുമാനം. ഈയൊരു സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്.